എല്ലാവർക്കും ഞാൻ ഇന്നിപ്പോൾ ഒരു വീഡിയോ ചെയ്യാൻ പോണത് ഒരു സാംസങ് A32 ആണോ ഏതാണോ നമുക്ക് നോക്കട്ടെ, എനിക്ക് ഓർമ്മയില്ല. ഞാനിത് സെക്കൻഡ് ഹാൻഡ് ആണ് മേടിച്ചത്. തകരപ്പറമ്പെന്ന് ഒരു ഷോപ്പിൽ നിന്ന് എടുത്തതാണ്. എനിക്കിത് കോസ്റ്റ് വന്ന് 15,500 ഇത് ഞാൻ മേടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് മേടിച്ചത് കാരണം എന്ന് വെച്ചാൽ എൻ്റെ 5G ഇല്ല, എൻ്റെ ഇരിക്കുന്ന എല്ലാം 4G ഫോൺസാണ്. അപ്പം 5G ഞാൻ നോക്കി നടക്കുകയായിരുന്നു കുറച്ചുകൂടെ നല്ല സ്പെക്സിൽ. അപ്പോൾ ഇതിൻ്റെ ഫോണെന്ന് പറയുന്നത് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. ഞാൻ മേടിക്കണമെന്ന് വിചാരിച്ച് പോയതല്ല, ജസ്റ്റ് ഒന്ന് കയറി നോക്കിയപ്പം ഫോണ് കുഴപ്പമില്ലാന്ന് തോന്നി, ഇതിൻ്റെ സ്പെക്സ്. അപ്പോൾ ഇത് ഫിംഗറാണ്. ഫിംഗർ നിങ്ങൾക്ക് ഇവിടെയും ഫിംഗർ അല്ല, ഇവിടെയാണ് ഫിംഗർ വരുന്നത്. ഇത് പവർ ബട്ടണാണ്. അപ്പോൾ എനിക്ക് ഈ പവർ ബട്ടൺ എപ്പോഴും ഞെക്കി പവർ ബട്ടൺ എപ്പോഴും കേടാവണം പേടിച്ച് ഫിംഗർ തന്നെ ഞാൻ എടുത്തിരിക്കുകയാണ്. ഫിംഗർ ഇപ്പോൾ ഓണായി. അപ്പോൾ ഇതിൻ്റെ സ്പെക്ക് നമുക്ക് ഇതിനകത്ത് തന്നെ പോയിട്ട് നേരെ നോക്കാം, അതായിരിക്കും നല്ലത്. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഓൺ ചെയ്യാം. സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ സെറ്റിങ്സ്, അപ്പോൾ ഇത് ഏത് ഫോണാണെന്ന് നമുക്ക് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ സെറ്റിങ്സ് ഗാലക്സി A34 5G ഫോണാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കളർ സെയിം ഇത് തന്നെയാണ് വരുന്നത്, പർപ്പിൾ കളറാണ്. 3 ക്യാമറയുണ്ട്. 50 MB ക്യാമറ ഫ്രണ്ടും ബാക്കും 50 MB ക്യാമറ തന്നെയാണ് വരുന്നത്. ബാക്കി സ്പെസിഫിക്കേഷൻ എനിക്ക് ഇത്ര ഫോണിനെ കുറിച്ച് അത്ര ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. പക്ഷേ എനിക്കൊരു 5G വേണമായിരുന്നു, നല്ലൊരു ക്യാമറ ഉള്ള ഫോണായിരിക്കണം. ഫ്രണ്ട് ക്യാമറയാണ് ഞാൻ കൂടുതൽ പവർ പ്രിഫറൻസ് കൊടുത്തത്. അപ്പോൾ 50 MBയുടെ ക്യാമറയും ഫ്രണ്ടും ബാക്കും വരുന്നുണ്ട്. നേരത്തെ എൻ്റെ ഒരു മോട്ടോ G32 ഉണ്ട്, അത് 4G ആണ്. അതിൻ്റെയും ഫ്രണ്ട് 32, അതെനിക്ക് അത്രയും മതി. പക്ഷേ ബാക്ക് 50 MB ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ വേറൊരു ഫോണും കൂടെ ഉണ്ടായിരുന്നു, അതെനിക്ക് തോന്നുന്നത് റിയൽമിയിലെ കണ്ടായിരുന്നു. ഇതെന്ന് പറയുന്നത് ഇത് 8 GB റാം 256 MB കണ്ട ഇതിൻ്റെ സ്റ്റോറേജാണ് വരുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് നോക്കട്ടെ, ഇത് എത്രയാണ് വരുന്നത്, എവിടെയാണ് ഇതിൻ്റെ ഇപ്പം. ആൻഡ്രോയിഡ് വേർഷൻ 15 ആണ് ഇതിൽ വരുന്നത്. പിന്നെ ഇതൊക്കെ സെക്യൂരിറ്റി ഇത് എത്രയും നല്ലതായിരിക്കും. ഇതെനിക്കറിയില്ല, ഇതിൻ്റെ കൂടെ വേറെ ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ഇതിൻ്റെ കൂടെ നോർമലി പവർ പ്ലഗോ അതിൻ്റെ കേബിളോ ഒന്നും ഇല്ല. ഓൺലൈനിൽ ചെക്ക് ചെയ്തപ്പോഴും അതിൽ അങ്ങനെ വരുന്നില്ല, അതാണ് അതിൽ കാണിച്ചത്. പിന്നെ ഇതിൻ്റെ അകത്ത് ഇത് എവിടെ പോയി നോക്കണമെന്ന് എനിക്ക് തന്നെ വ്യക്തതയില്ല. അപ്പോൾ നമ്മൾ ഇതിനെ 5Gയിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ ഇത് 5Gയിലേക്ക് നമുക്ക് കടയിലൊന്നും പോകണ്ട. നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഇത് 5G ഫോണാണ്. അപ്പോൾ ഇത് ഓൾറെഡി ഞാനിപ്പോൾ ചെക്ക് ചെയ്ത്, അപ്പോൾ 5G ഫോണാണ്. നമുക്ക് ഇതിലൊരു സിം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇത് സിമ്മിനെ 5Gയിലേക്ക് അത് തന്നെ കൺവേർട്ട് ചെയ്തോളും. അപ്പോൾ നമുക്കിതിൽ നോക്കേണ്ട 5Gയുടെ അകത്ത് ഈ കണക്ഷൻസ് എങ്ങനെയാണ് ഇതിൻ്റെ ഡിവൈസിനകത്ത് വരണമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് സെറ്റിങ്സിൽ പോവാം. സെറ്റിങ്സിൽ പോയിട്ട് ഓക്കെ മോഡ്സ് ആൻഡ് കണക്റ്റഡ് ഡിവൈസ് അതല്ല അവിടെയല്ല, കണക്ഷൻസ് വൈഫൈ കോളിങ്സ് കണക്റ്റഡ്, അപ്പോൾ അവിടെയല്ലേ പോകേണ്ടത്. സിം നമുക്ക് പോവേണ്ടത് മൊബൈൽ നെറ്റ്വർക്ക് അല്ലെങ്കിൽ സിം മാനേജറിൻ്റെ അകത്ത് പോവാം. അപ്പോൾ മൊബൈൽ നെറ്റ്വർക്കിൽ പോവാം. മൊബൈൽ നെറ്റ്വർക്കിൽ പോകുമ്പോഴത്തേക്ക് നമുക്ക് വോയിസ് ഓവർ 5G സിം 1 ഒരു സിം ഇട്ടിട്ടുണ്ട്, അവിടെ നമ്മളത് ഓൺ ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ കോൾസ് എല്ലാം 5G നെറ്റ്വർക്ക് ത്രൂ പോകും. അൺലിമിറ്റഡ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്, അത് അൺലിമിറ്റഡ് ആയിരിക്കും. അപ്പോൾ എന്നിട്ട് നെറ്റ്വർക്ക് മോഡ് നോക്കുക. നെറ്റ്വർക്ക് മോഡ് നോക്കിയിട്ട് നമുക്കിവിടെ സെലക്ഷൻ ചെയ്യുക. LTE എന്ന് പറഞ്ഞാൽ 4G ആണ്, 3G പ്രിഫർ ചെയ്യുക. LTE എന്ന് പറഞ്ഞാൽ 2G ആണ്. 2G 3G 4G 5G. അപ്പോൾ നമുക്ക് 5G പ്രിഫേർഡ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സിം ഓട്ടോമാറ്റിക്കലി അത് 5G എടുത്തോളും. ഇല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ സെറ്റിങ്സ് നമുക്ക് ജിയോയുടെ അകത്ത് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അല്ലെങ്കിൽ എയർടെലിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട്
അതിനകത്ത് പോയിട്ട് നിങ്ങൾക്ക് ഇതേപോലെ 5Gയിലേക്ക് കൺവേർട്ട് ചെയ്യാം. പക്ഷേ 5G ഫോണിൻ്റെ അകത്തായിരിക്കണം നിങ്ങളെ സിമ്മ് കിടക്കേണ്ടത്. അപ്പോൾ ഇതിലിപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് ആയിക്കോളും. 5G ഫോണാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി കൺവേർട്ട് ചെയ്തോളും. പിന്നെ ഇതിൽ ഓൾറെഡി ഇതിനകത്ത് LTE 5G ആണ് പ്രിഫർ ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ 5Gയിലാണ് ഈ നെറ്റ്വർക്ക് നിൽക്കുന്നത്. അപ്പോൾ ഇത് ഇപ്പോൾ 5G ആണോയെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. കണക്റ്റഡ് എവിടെയാണോ പോയത്? അവിടെയല്ല. കണക്ഷൻസ് മൊബൈൽ നെറ്റ്വർക്ക്. അപ്പോൾ സിം മാനേജറിൻ്റെ അകത്ത് പോവുക. സിം മാനേജറിൻ്റെ അകത്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ മൊബൈൽ ഡേറ്റ കാണിക്കുന്നുണ്ട്. ഓക്കെ, നമ്മളപ്പോൾ ഇവിടെ ഞാൻ എവിടെയോ കണ്ടിരുന്നു, പക്ഷെ ഇപ്പോൾ കാണുന്നില്ല. അതിൽ 5G എഴുതി കാണിക്കുക അവിടെ. ഞാനിപ്പോൾ കുറച്ച് മുമ്പ് ഡേറ്റ യൂസേജ് എവിടെയാണെന്നോ സംഭവം. ഇതിൽ വേറെല്ല, ഞാൻ ഇവിടെ തന്നെയാണ് കണ്ടത്. അപ്പോൾ ഇതാണ് 5G ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ പ്രിഫർ ചെയ്യുമ്പോഴത്തേക്കും നമുക്കിവിടെ 5G പ്രിഫേർഡ് എന്ന് പറഞ്ഞ് കാണിച്ചില്ല. അപ്പോൾ ഇത് 5Gയിലേക്ക് ഫോൺ അങ്ങ് മാറും. അപ്പോൾ ഇതിൽ ചിലയിടത്ത് ചിലപ്പോൾ ഇവിടെ സിഗ്നൽ കാണിക്കുമെങ്കിൽ 5G 4G വോൾട്ട് എന്നൊക്കെ കാണിക്കുമായിരിക്കും. പക്ഷേ ഇതിൽ അങ്ങനെയില്ല. പക്ഷേ ഇത് 5G ഇപ്പോൾ ആക്ടിവേറ്റഡ് ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഫോൺ. സാംസങ്ങിൻ്റെ ഞാൻ സെക്കൻഡ് ഹാൻഡ് ഫോണാണ് എടുത്തത്. ഇതിനെക്കുറിച്ച് വലിയ ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് അറിയില്ല. ഡീറ്റെയിൽസ് അറിയില്ലെന്ന് വെച്ചാൽ ഇതിൻ്റെ മെയിൻ എനിക്ക് രണ്ട് മൂന്ന് കാര്യങ്ങളെ ഞാൻ നോക്കണമെന്നുള്ളായിരുന്നുള്ളൂ. ഒന്നെന്ന് പറയുന്നത് ഇത് 5G ആയിരിക്കണം. പിന്നെ ഇതിൻ്റെ സ്പെക്ക് ഒത്തിരി നല്ലതായിരിക്കണം. 8GB പിന്നെ 256GB ഇതുമുണ്ട്. പിന്നെ ബാറ്ററി ലൈഫ് ഇതിൻ്റെ 5000 mAh ആണ്. അപ്പോൾ ഇത് മാത്രമേ ഞാൻ നോക്കിയിട്ടുള്ളൂ. പിന്നെ ക്യാമറയും ഇത്രയും മാത്രമാണ് ഞാൻ കൊടുത്തത്. അല്ലാതെ ഇതിൻ്റെ വേറെ സ്പെക്ക് നോക്കില്ല. ഇപ്പോൾ നോർമലി ഇതിൻ്റെ ബാക്കി ആൻഡ്രോയിഡ് ഇതൊക്കെ നോർമലി ഇതിൻ്റെ കിട്ടണം. പിന്നെ എൻ്റെ ബഡ്ജറ്റ് അത്രേ ഉള്ളായിരുന്നുള്ളൂ. അത്രയും ബഡ്ജറ്റിൽ പുതിയ ഫോൺ എടുക്കുക അല്ലെങ്കിൽ സെക്കൻഡ് ഹാൻഡ് എടുക്കുക. അപ്പോൾ ഇത് ഏകദേശം ഒരു കൊല്ലമായ ഒരു ഫോണാണ്. 1 year ബാക്കാണ് അത് വരുന്നതിൻ്റെ അമൗണ്ട്. നിങ്ങൾ ഓൺലൈനിൽ ചെക്ക് ചെയ്താൽ മതി. അറൗണ്ട് 32 30 28 കണ്ടാണ് വരുന്നതെന്ന് തോന്നുന്നു എനിക്ക്. അപ്പോൾ അതിന് ഇത് റേറ്റ് ഇപ്പോൾ വളരെ താന്നാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ തന്നെ അടിച്ച് നോക്കാം ഇപ്പോൾ എത്രയാണ് മാർക്കറ്റ് പ്രൈസ്. സാംസങ് S34 5G. അപ്പം നിങ്ങൾക്ക് ഇതിൽ കാണാം ഇതിൻ്റെ 500 AMOLED 6.6 ഇഞ്ചിൻ്റെ ഇതാണ്, സ്ക്രീനാണ്. അത്ര വലുതായിട്ട് ഫീൽ ചെയ്യുന്നില്ല. 6.6 ആണെങ്കിലും ചിലതൊക്കെ നമുക്ക് നല്ല വലിപ്പം തോന്നും. ഓക്കെ, മെയിൻ ക്യാമറ 48 MB ആണ്. 13 MB ഫ്രണ്ട് ക്യാമറയാണോ പറയുന്നത്? ഇതെന്തുവാണ്, ഈ ഫോൺ തന്നെയാണോ ഞാൻ നോക്കിയത്? ഒരു മിനിറ്റ്, പേര് ഓർമ്മ നിൽക്കുന്നില്ല. നമുക്കൊന്നുകൂടെ ചെക്ക് ചെയ്യാം. A34 ആണ്. സോറി, S34 അല്ല, A34 ആണ്. അതാണ്. അപ്പോൾ ഓക്കെ, നമുക്ക് A34 5G പ്രൈസ് A34 5G പ്രൈസാണ് 33,999 രൂപ കിടക്കുന്നത്. 15,000 എന്നീ വല്ല ഫോൾട്ട് ഉണ്ടോ എന്ന് നമുക്കറിയില്ല. ഇതിൻ്റെ 128GB ഉണ്ട്, കുറഞ്ഞ സ്പെക്സ് ഉള്ളതും ഉണ്ട്. അപ്പോൾ ബാക്കി സ്പെക്സൊക്കെ നിങ്ങൾക്കിതിൽ കാണാൻ പറ്റും. നമുക്ക് നോക്കാം സ്പെക്സിൻ്റെ ഓൺലൈനിൽ. നമുക്ക് ഇത് നിങ്ങൾക്ക് നോക്കാമെന്നേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് അടിച്ച് നോക്കിയാൽ മതി. 19,799 തൊട്ട് സ്റ്റാർട്ടിങ് വരും. അത് പക്ഷേ വരുന്നത് 6GB 128GB ആണ്. 8GB 128GB 19,000 വരും.
8GB 256GB ആണ്. അറൗണ്ട് 24,099 വരുന്നത് ഇപ്പോഴത്തെ പ്രൈസാണ്. ഫ്ലിപ്കാർട്ടിൽ കുറച്ച് അധികമാണ് കിടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി സ്പെക്സ് 500 അത്ര തന്നെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫോണിൻ്റെ കാര്യം. ഡീറ്റെയിൽസ് ഇത്ര എമൗണ്ടാണ് വരുന്നത്. അപ്പോൾ ഒരു 15,500 തെറ്റില്ല. ഒരു വലിയ സ്ക്രാച്ചും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ സ്ക്രാച്ച് ഇപ്പോൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഈ ഒരു ഇതുണ്ടല്ലോ, ഈ ഒരു ക്യാപ്പ്, ഇത് നമുക്ക് പുതിയതായിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റും. 500 ഫോണിൻ്റെ ബ്രാൻഡിൻ്റെ പ്രൈസ് പോലെ ഇരിക്കും. 500 തൊട്ടായിരിക്കും. കാരണം റെഡ്മിയുടെ ഇപ്പം ഞാൻ റീസെൻ്റ്ലി ഇതിൻ്റെ ബാക്ക് കവറെല്ലാം പൊട്ടിപ്പോയായിരുന്നു. അപ്പം ഞാൻ അതൊന്ന് റീപ്ലേസ് ചെയ്തപ്പോൾ പുത്തൻ പോലെ ഇപ്പോൾ പുതിയതുപോലെ ഇരിക്കണം. മൊത്തം ഇങ്ങനെ പൊട്ടി, സൈഡൊക്കെ പൊട്ടി, സ്ക്രാച്ച്. ഇപ്പോൾ ഇത് നല്ല പുതിയതുപോലെ ഇരിക്കുകയാണ്. കാരണം ഇതിൻ്റെ ക്യാപ്പ് മേടിക്കാൻ കിട്ടും. അപ്പോൾ ഫോൺ മേടിക്കുമ്പോൾ അങ്ങനെയൊക്കെ പറ്റും. പിന്നെ അകത്ത് എത്രമാത്രം പെർഫോമൻസ് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. പിന്നെ നമ്മളൊരു വിശ്വാസത്തിന് വേണ്ടി എടുക്കണതാണ്. പിന്നെ ഷോപ്പിൻ്റെ ഒരു ഗ്യാരണ്ടി അവർ പറഞ്ഞിട്ടുണ്ട് 10 ദിവസവും. പിന്നെ അത് കഴിഞ്ഞിട്ടായാലും അവർ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്തുണ്ടെങ്കിലും അവർ മാറ്റി ഇട്ട് തരും. അങ്ങനെ പേയ്മെൻ്റ് ആവും, അത് വേറൊരു വിഷയം. അപ്പോൾ നമുക്ക് ഒത്തിരി നല്ല സ്പെക്സ് വേണം. ക്യാമറ ക്വാളിറ്റി ക്ലിയർ ആയിരിക്കും, അത്ര മാത്രമേ ഉള്ളൂ. പിന്നെ ബാറ്ററി തെറ്റില്ലാതെ നിൽക്കുന്നുണ്ട്. ഞാനിപ്പോൾ മേടിച്ചിട്ട് 4 ദിവസമായി, ഇതുവരെ ചാർജിന് വെച്ചിട്ടില്ല. ബാറ്ററി അതുപോലെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, 42ആയി. നേരത്തെ 52 കണ്ടായിരുന്നു, 10% ഡൗൺ ആയിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇത് ചാർജിങ്ങിന് അധികം ഇതുവരെ വെച്ചിട്ടില്ല. പക്ഷെ ചാർജ് അതിൽ നിൽപ്പുണ്ട്. ഇനി യൂസിങ് ചെയ്യപ്പോൾ അറിഞ്ഞൂടെ എത്രമാത്രം ചാർജ് അതിൽ നിൽക്കുമെന്ന്. അപ്പോൾ ഇനിയിപ്പോൾ ബാറ്ററി നമ്മൾ എല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ 5G കാണിക്കുന്നുണ്ട്. ഇവിടെ 5G. അപ്പോൾ ചിലപ്പോൾ ഫോൺ റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാം ഓക്കെ ആവും. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഒത്തിരി നീണ്ടുപോയി. നിങ്ങൾക്ക് കുറച്ച് ഡീറ്റെയിൽസ് കാര്യം എങ്ങനെ ചെക്ക് ചെയ്യാം, എങ്ങനെ മേടിക്കാമെന്ന് ഞാൻ പറഞ്ഞു തന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.